ഇത് വെറും വേസ്റ്റ് സാധനം. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഏറ്റവും തോൽവി സാധനം എടുത്തു. ഇത് എന്തിനാണ് ഇങ്ങനെ ഇറക്കി മോഹൻലാലിന്റെ വില കളയണം? മോഹൻലാലിന്റെ ആൾറെഡി ഇപ്പം ഫീൽഡ് ഔട്ടിന്റെ വക്കിലാണ്. ഇനി വരാൻ പോകുന്ന മമ്മൂക്കയുടെ ഇതാണ് ബസൂക്ക ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഗൂസ് ബംസ് ആയി. ഏഷ്യാനെറ്റ് മൂവീസിലൊക്കെ വരെയായി ഇത് കണ്ടു കിടന്നതാണ്. നല്ല താരാട്ട് സിനിമയാണ്. നെഗറ്റീവ് പറയാനായിട്ട് അതിലൊന്നുമില്ല. സ്ക്രീൻ പ്രസൻസ് മോഹൻലാലിന് ഇത്തിരി കുറവാണ്. 3 കാണുമെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. കൊള്ളൂല. പടം കിടിലായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല മേക്കിംഗ് ആണ്. ഓവറോളായിട്ട് ഒരു ഇംഗ്ലീഷ് പടമായിട്ടാണ് അവർ ചെയ്തു വെച്ചേക്കണമെങ്കിൽ കൊള്ളാം. എന്തായാലും നമ്മൾ വേറെ നെഗറ്റീവ് പറയാനായിട്ട് അതിലൊന്നുമില്ല. സ്ക്രീൻ പ്രസൻസ് മോഹൻലാലിന് ഇത്തിരി കുറവാണ്, എന്നാലും നല്ല രീതിക്ക് അത് കുറവ്. പിന്നെ ലാഗില്ല, അതില്ല, എല്ലാം ഓക്കെയാണ്. കിടിലൻ സിനിമയാണൊന്നും പറയാനില്ല. ഓരോ സീക്വൻസ് ആയാലും ഓരോ സീൻ എടുത്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ നമ്മൾ ബോളിവുഡ് ലെവൽ സിനിമയാണ്. ഇല്ല, അത് ഹേറ്റേഴ്സ് പലതും പറഞ്ഞിട്ടുണ്ടാകണത്. പേഴ്സണലി എന്നെക്കുറിച്ച് പറയാനാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. നല്ല പടമായിരുന്നു, അടിപൊളി. സ്റ്റീഫൻ ദേവസി പൊളിച്ച്. ഡിഗ്രിയൊന്നുമില്ല, വാച്ചബിളാണ്, കുഴപ്പമില്ല, കണ്ടിരിക്കാം കൊള്ളാം. ലൂസിഫറാണ് അടിപൊളി. ഇതിനകത്തും ലൂസിഫറിൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്നുണ്ട്, അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ടുണ്ട്, അടിപൊളിയാണ്. പടം കൊള്ളാം, പൊളിയാണ്, അടിപൊളി പടമായിരുന്നു. മേക്കിംഗ് ഒക്കെ ഒരു ലെവലില്ല, സൂപ്പറായിരുന്നു. പടം പൊളി, കിടിലൻ സിനിമ, ഒന്നും പറയാനില്ല. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ 2ാം പ്രാവശ്യമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആദ്യം നെഗറ്റീവ് പറഞ്ഞത് ഇപ്പോൾ എല്ലാവരും വീണ്ടും പോസിറ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പിന്നെ 2ാം പ്രാവശ്യം കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. ആദ്യം കാണുമ്പോൾ ലൂസിഫർ പോലെ ഒരു ഫീൽ വരും. പാർട്ടി ബേസ് അത് എനിക്ക് താല്പര്യമില്ല. അത് കാരണം അത് ഇതൊരു സിനിമയാണ്, ആദ്യമേ പറയുന്നുണ്ട്. എല്ലാം ആദ്യമേ ഇത് ഒരു ഇതായിട്ടാണ് എടുക്കുന്നത്, സിനിമയായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ അതൊരു ജസ്റ്റ് എല്ലാവരും ഒരു ഇതാവാൻ വേണ്ടി പറയുന്നതാണ്. ജസ്റ്റ് അപ്പോൾ അങ്ങനെയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ജസ്റ്റ് സിനിമയായിട്ട് എടുക്കുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞിട്ട് 2ാം പ്രാവശ്യം കാണുമ്പോഴേ അതിൻ്റെ കഥ മനസ്സിലാവും. ലൂസിഫർ വിടുക, ഇപ്പോൾ 2 ആയിട്ട് തന്നെ കാണുക. എനിക്കിപ്പോൾ ഒരു ഫീൽ വരുന്നുണ്ട്, 2 എന്ന് തന്നെ ഒരു ഫീലുണ്ട്. 3 കാണുമെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. 3 പടം എന്ന് പറഞ്ഞാൽ ഇന്നലെ 11 മണിക്കാണ് ഞാൻ പോയത്. ഫസ്റ്റ് ഷോ ചെയ്ത് തിയേറ്ററിൽ വന്ന് ഇരുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. കുറേ വെടിവെപ്പും കുറേ ഹിന്ദിയും ടപ്പനങ്ങ് പോയി. പിന്നെ സെക്കൻഡ് ഹാഫ് മൂത്രയ്ക്കാൻ പോയപ്പോഴാണ് ബോധം വന്നത്. പിന്നെ അത് കഴിഞ്ഞ് സംഗതി എന്ന് പറഞ്ഞാൽ ഈ പടം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് ഡയറക്ഷൻ ഉണ്ടാവുന്നതോടെ വിചാരിച്ചിരുന്നു. ആ ഒരു ഫീലിംഗ് എക്സ്പെക്റ്റേഷനിൽ പോയി കാണാൻ ചെന്ന് ഫുള്ള് ഉറക്കം വൈബായി. ഈ മോഹൻലാൽ ഫുള്ള് എല്ലാത്തിനും ഹെലികോപ്റ്റർ, വലിയൊരു ആംബിയൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ നോക്കിക്കൊണ്ടല്ലോ എൻ്റെ അമേരിക്കൻ പ്രസിഡൻറ്റ് ജോബയുടെ ഒരു ക്ലോസ് കമ്പനിയായിട്ടൊക്കെ കാണിച്ചിരിക്കും. അതിന് മാത്രം എന്താണുള്ളത്? ഈ കഥയിൽ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ലൂസിഫർ വെച്ച് നോക്കുകയാണെങ്കിൽ ലൂസിഫർ തെറ്റതാണ്. ഇത് വെറും വേസ്റ്റ് സാധനം. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഏറ്റവും തോൽവി സാധനം എടുത്തു. ഇത് എന്തിനാണ് ഇങ്ങനെ ഇറക്കി മോഹൻലാലിൻ്റെ വില കളയണം? മോഹൻലാലിൻ്റെ ആൾറെഡി ഇപ്പം ഫീൽഡ് ഔട്ടിൻ്റെ വക്കിലാണ്. അതുകൊണ്ട് ഫീൽഡ് ഔട്ട് ഇവിടെയാണെങ്കിൽ മോഹൻലാലിൻ്റെ താഴത്തെ സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്. ഇപ്പം കംപ്ലീറ്റ് ഫീൽഡ് ഔട്ടായി. ഇനി എത്രയൊക്കെ ഇനി ആണ് അതിൻ്റെ കൂടെ തന്നെ തുടരുമെന്നോ ഒരു ക്ലാസിക്കൽ പടത്തിൻ്റെ ട്രെയിലർ കണ്ട് അതും കണ്ടിട്ട് എനിക്ക് പൊട്ടോന്നാണ് തോന്നുന്നത്. മോഹൻലാലിൻ്റെ ഇത് അവസാനിച്ച് ഇനി വരാൻ പോകുന്ന മമ്മൂക്കയുടെ ഇതാണ്. ബസൂക്ക ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഗൂസ് ബംസ് ആയി. ബസൂക്ക വൻ വിജയം. തിയേറ്ററിൽ ഇങ്ങനെ എടുക്കും, മനസ്സിലായോ? ഇത്രയും ഹൈപ്പിട്ട് ഈ ലൈക്ക വരെ ഇതിന്ന് പിന്തിരിഞ്ഞ് പോകണമെങ്കിൽ, മനസ്സിലായോ? ഈ സിനിമയിൽ നിന്ന് ലൈക്ക വരെ പിന്തിരിഞ്ഞ് പോകണമെങ്കിൽ ഈ സിനിമ ലൈക്ക കണ്ടത് കൊണ്ടാണ്. പാവം എന്നിട്ട് ഗോപാലൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുപോയി വെച്ച്. ഗോപാലന് എന്തുമാത്രം നഷ്ടം വന്നതാണ്. ഒരു കഥ ഇത് സാധാരണ ഇതിനൊക്കെ വെച്ച് ഇത് ചുമ്മാ ഞാനൊരു കാര്യം പറയണം. ഈ സിനിമ ഇറക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചുമ്മാ വന്നിങ്ങനെ മോഹൻലാൽ ചുമ്മാ ഒരു ഡയലോഗില്ല, ഇങ്ങനെ വന്ന് ചുമ്മാ ഇങ്ങനെ ആക്ഷൻ കാണിച്ച് ഇങ്ങനെ നിൽക്കും, ലുക്ക് എടുക്കും, ചെറിയ ആറ്റിറ്റ്യൂഡ് ഇട്ട് 2 ഡയലോഗ് സംസാരിക്കാം. ടൈറ്റിൽ കാർഡൊന്നും എനിക്ക് പിടിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അതിനുള്ള ഇല്ല. ഇത്രയും പൈസ മുടക്കി ഇത് വേറൊരു രീതിയിൽ നല്ലൊരു സ്ക്രിപ്റ്റ് നല്ലൊരു ഡയറക്ഷനിലായിരുന്നെങ്കിൽ ഒരു KGF-നെക്കാട്ടി വലിയ ലെവലിൽ ഇത് ഇറക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ പൃഥ്വിരാജ് അത് ചെയ്തില്ല. മാത്രമല്ല മുരളി ഗോപിയുടെ കഥ ഭയങ്കരമായിട്ട് വിവാദമായ കഥയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും അവന് അങ്ങനെ പറയുന്നതല്ല. ഈ ഗുജറാത്ത് കലാപം അതൊക്കെ എടുത്തിട്ട് ചുമ്മാ ഒരു വർഗീയ സ്പർദ്ധ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തുകൊണ്ട് എനിക്ക് ഈ പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തിയേറ്ററിൽ ഉറങ്ങാം. ഇനി ഇത് മറ്റേ സാറ്റലൈറ്റ് വഴി ഇട്ടിട്ട് വേണം ഇനി ഇത് കണ്ടു കിടന്ന് ഉറങ്ങാം. മറ്റേ ഇതുണ്ടല്ലോ ഈ ഏഷ്യാനെറ്റ് മൂവീസിലൊക്കെ വരെയാണെങ്കിൽ ഇത് കണ്ടു കിടന്ന് ഉറങ്ങാം. നല്ല താരാട്ട് സിനിമയാണ്. ആവശ്യം പോലെ കിടന്ന് ഉറങ്ങാം. ഉറക്കമില്ലാത്ത ആൾക്കാർ ഇനി ഉറക്കവിളി കഴിക്കട്ടെ, ഇത് കണ്ട് കിടന്ന് ഉറങ്ങിയാൽ. ഇത് എന്തിനാണ് ഈ ഹെലികോപ്റ്ററിലൊക്കെ വന്ന് ഉറങ്ങണമെന്നാണ് എനിക്ക് പിടികിട്ടാത്ത. ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ നല്ല ഒരു കാണുമ്പോൾ ഞാൻ ഒരു വിജയ് പടത്തിനുണ്ടാവുന്ന ത്രില്ല് എക്സ്പെക്റ്റ് ചെയ്താണ് പോയത്. എന്നിട്ട് എനിക്കൊരു കോമാളി പടത്തിൻ്റെ ഒരു ഇതാണ് കിട്ടിയത്. അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതേപോലുള്ള അഴുക്ക പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത് പൃഥ്വിരാജിൻ്റെ വിലയില്ലാത്ത സമയം വിലയില്ലാതെ തീർക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അത്ര പറയാനുള്ളൂ. അപ്പം അടുത്ത
അടുത്ത ബസ്സൊക്കെ ഇറങ്ങുമ്പോൾ വീണ്ടും കാണാം. ഓക്കെ, മമ്മൂട്ടി ജയ്.